ശ്രീനാരായണൻ നോക്കൂ, ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഏറെ സന്തോഷത്തിലായിരുന്നു. ഒരു വൈകുന്നേരത്തോടെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അതോടെ തന്നെ ജനങ്ങളാകെയും ഒരു സന്തോഷത്തിലായിരുന്നു. ഒരു സമാധാനത്തിന്റെ കുറച്ചധികം ദിവസങ്ങളായി തുടരുന്ന ഈ സംഘർഷത്തിന് ഒരു അറുതി വരുമെന്നും ഒരു സമാധാനത്തിന്റെ പാത പിന്തുടരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു എല്ലാവരുടെയും ഒരു ആശ്വാസം. എന്നാൽ കുറച്ചും മിനിറ്റുകൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു പ്രകോപനം അത് തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ സ്ഥിതിഗതികൾ കുറച്ച് ശാന്തമായി തുടരുന്നു എങ്കിൽ പോലും ഇത് എത്രത്തോളം പ്രാവർത്തികമാകും ഈ ഒരു ഘട്ടത്തിൽ? സീസ് ഫയർ അത് മുൻകൂട്ടി പറഞ്ഞതാണ്. നാളെ ഉച്ചയ്ക്കാണ് അതിന്റെ റിവ്യൂ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നലെ രാത്രി, ഇന്ന് പകൽ, ഇന്ന് രാത്രി 3 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ റിവ്യൂ നടക്കും. സാധാരണയിൽ രണ്ട് രാഷ്ട്രങ്ങളുടെയും DGMOമാർ തമ്മിൽ സംസാരിക്കേണ്ടത് ട്യൂസ്ഡേ ആണ്. പക്ഷേ ഒരു ദിവസം മുമ്പ് നാളെ അതിന്റെ റിവ്യൂ നടക്കും. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ വ്യക്തമായൊരു ധാരണ കിട്ടുള്ളൂ എത്രത്തോളം സീസ് ഫയർ ലംഘനം നടന്നിട്ടുണ്ടെന്നുള്ളത്. ഒരു പ്രധാന കാര്യം, സാധാരണഗതിയിൽ ഈ ജമ്മു മേഖലയിൽ, LOCയുടെ മേഖലയിൽ ഈ സീസ് ഫയർ എന്നത് വളരെ പുതുമയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നടന്ന സീസ് ഫയറിനെ മൊത്തം വെടിനിർത്തലുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. പക്ഷെ അതുമാത്രം പഞ്ചാബ്, അതേപോലെ ഗുജറാത്ത് മേഖലയിൽ ഇന്നലെ രാത്രി നടന്ന ഈ വെടിനിർത്തൽ ലംഘനം എന്നത് ഒരു സീരിയസ് ആയിട്ട് നമുക്ക് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രൊവക്കേഷൻ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് ഒരു കാരണമായി നമുക്ക് കാണാവുന്നത് ഈ പാകിസ്ഥാനിലുള്ള ഒരു പവർ സ്ട്രക്ചർ, അത് അധികാര ഘടന എന്നത് ഒരു കമാൻഡ് കൺട്രോൾ സിസ്റ്റം ഇല്ല. അവരുടെ പല സെക്ടേഴ്സിലും പലരും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്ന ഒരു രീതിയുണ്ട്. പ്രധാനമായും സിവിലിയൻ ഗവൺമെന്റും മിലിറ്ററിയും ഇവർക്കൊക്കെ ഇടയിൽ, അതായത് മിലിറ്ററിക്കുള്ളിൽ തന്നെ വിവിധ കേന്ദ്രങ്ങൾ, പവർ സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒറ്റ കമാൻഡിൽ നിർത്താവുന്നതല്ല. ഇന്ത്യയെ പോലെ ഒരു ആർമി ചീഫ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്ന ഒരു രീതി അവിടെ ഇപ്പോൾ നിലവിലില്ല. ഇതെല്ലാമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിന്, പാകിസ്ഥാന്റെ ഒരു തുടർച്ചയായുള്ള പ്രകോപനത്തിന് കാരണമായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് മാത്രമല്ല, പാകിസ്ഥാനിലെ വലിയൊരു വിഭാഗം, അതായത് പ്രത്യേകിച്ചും ഭീകരവാദികളും മിലിറ്ററിയിലെ തന്നെ ഹാർഡ് കോർ ആയിട്ടുള്ള ആളുകളും വലിയ തോതിൽ ഈ സീസ് ഫയറിനെ അനുകൂലിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള നാശനഷ്ടം പാകിസ്ഥാനിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും റാവൽപിണ്ടിയിലും മിലിറ്ററി ഇൻസ്റ്റലേഷനും അതേപോലെ ഭീകരവാദ താവളങ്ങൾക്കും. ഇന്ത്യ ഏകദേശം ഒരു 25ഓളം ഭീകരവാദ താവളങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏകദേശം 9 ഇടത്താണ് ശരിക്കും അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ വലിയ രീതിയിലുള്ള ആൾനാശം സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പഞ്ചാബിലെ ഈ ഭീകരവാദ കേന്ദ്രങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ ഈ സീസ് ഫയറിനെ അല്ലെങ്കിൽ വെടിനിർത്തലിനെ, പാകിസ്ഥാനിലെ ആർമിയും ഭീകരവാദികളും ഈ വെടിനിർത്തലിനെ അല്പം സംശയത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷെ സാധാരണ ജനങ്ങൾ വലിയ ആഘോഷത്തിലാണ്. സിവിൽ ഗവൺമെന്റും വലിയ ഒരു തരത്തിലുള്ള റിലാക്സ് മൂഡിലാണ്. കാരണം ഇന്നലെ രാത്രി ഷഹബാസ് ഷെരീഫിന്റെ ഒരു പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരേക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ആർമിക്കും അതേപോലെ അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഇതിൽ ഇടപെട്ട് ഈ സീസ് ഫയർ സാധ്യമാക്കിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവനയ്ക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമെന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ 10, 30, 40 വർഷമായി തുടരുന്ന ഒരു പ്രതിസന്ധിയാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. അതായത് ട്രസ്റ്റ് ഡെഫിസിറ്റ്, അതായത് വിശ്വാസത്തിന്റെ ഒരു കുറവ് ഇരു രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചില ഫേസിലൂടെ കടന്നു പോകുക തന്നെ വേണം. പക്ഷെ ആസ് ഓഫ് നൗ let us hope the ceasefire will stay hold. ഇന്ന് രാത്രി, നാളെ ഉച്ചയ്ക്ക് റിവ്യൂ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള ഒരു കാര്യം അത് ഡൊണാൾഡ് ട്രംപാണ് അറിയിക്കുന്നത്, രാജ്യങ്ങളെ അറിയിക്കുന്നത്. എന്നാൽ അതിന് കുറച്ച് നിമിഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ട് പിന്നാലെ തന്നെ ഈ ഒരു വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടി തന്നെയല്ലേ ഈ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇതിലൊരു നടപടി അത് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
ശ്രീ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായ പ്രസ്താവന എന്നത് അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ ചില അഡ്വാൻറ്റേജിന് വേണ്ടിയാണ്. ഇത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അല്ല ഈ വാർത്ത ആദ്യം പുറപ്പെടുന്നത്. ഇത് വന്നത് അമേരിക്കയിൽ നിന്നാണ്, ട്രംപിന്റെ ട്വിറ്റർ ഹാൻഡിൽ നിന്നാണെന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ്. കാരണം ഇന്നലെ അമേരിക്കയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു വാഗ്ദാനം അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചില്ല, റഷ്യ യുദ്ധം അവസാനിച്ചില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഓക്കെ വി മാനേജ് ടു ഡു ദിസ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞങ്ങൾ സംസാരിച്ച് ഒതുക്കി എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ വശം കൂടെ ഉണ്ട് ഇതിനകത്ത്. യെസ്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരാജയമാണോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പരാജയമാണ്. പക്ഷെ അത്തരത്തിലുള്ള പരാജയങ്ങളെ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന മനുഷ്യനല്ല ഈ ട്രംപ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ട്രംപ് ഈസ് എ ട്രംപ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ലീഡർ എങ്ങനെയാണ് പെരുമാറുന്നത്. കാരണം റഷ്യൻ-യുക്രൈൻ വാർ 24 മണിക്കൂറിൽ അവസാനിപ്പിക്കും എന്ന് പറയുകയും അങ്ങനെ ചർച്ച നടത്തുകയും സെലൻസ്കിയെ വിളിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ഇപ്പോഴും തുടരുന്ന വാറിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അവർ തമ്മിൽ തീർക്കട്ടെ, നമുക്കൊന്നും പറയാനില്ല, അവർ വിഡ്ഢികളാണ്, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ട്രംപിന്റെ വാചാലതയെ കുറിച്ച് നമ്മൾ വല്ലാതെ വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. ശ്രീ പി എം നാരായണൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ